ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്ഥിരം ഒരു ബർത്ത്ഡേ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബർത്ത്ഡേ വീഡിയോ മാത്രമേ ഇവർക്കുള്ളൂ, വേറെ പരിപാടികളൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ വീഡിയോസ് എന്ന് വിചാരിക്കും. സംഭവം ശരണ്യയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ നമ്മൾ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വരണ്ട, നിങ്ങൾ തിരക്കാണെങ്കിൽ സാരമില്ല, വരണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നാലും അമ്മയ്ക്കൊരു തോന്നുന്നുണ്ട്, തോട്ടുണ്ട് ഇവരെന്ത് വരാത്തത് എന്നൊരു തോട്ടുണ്ട്. എന്നിട്ട് അമ്മ ഇന്നലെ 2-3 തവണ എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ട്, നിങ്ങൾ വരുമോ, വൈകുന്നേരം വരും. ഇന്നലെ ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, ഓഫീസിൽ പോയിട്ട് നിങ്ങൾ വൈകുന്നേരം വരുമോ. അപ്പം ഞാൻ പറഞ്ഞില്ല, വരൂല, മഴയൊക്കെയാണ്, നമ്മൾ നേരത്തെ വീട്ടിൽ പോവും എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി നമ്മൾ വന്നിട്ട് വീഡിയോ എന്നും വിളിക്കും. അപ്പം ആ വിളിക്കണതിൻ്റെ പോലെ ഇന്നലെയും വിളിച്ചപ്പോൾ അമ്മ ചോദിച്ച്, നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ടൊന്ന് വരായിരുന്നല്ലോ, വന്നിട്ട് പോകായിരുന്നല്ലോ എന്നും. അമ്മയ്ക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അമ്മ അത് പുറമെ കാണിക്കണില്ല അല്ലേ. അപ്പൊ അതെ, അപ്പൊ അമ്മ വിചാരിച്ചാണ് നമ്മളിനി അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് ശനിയാഴ്ചയാണ്, ഞങ്ങളിവിടെ നല്ല മഴ, ഉച്ചയായി. അപ്പൊ ഞങ്ങളിപ്പോ ഊണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ശരണ്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് സർപ്രൈസും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മള് അമ്മയ്ക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ വീഡിയോ ഫുൾ ആദ്യം കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ നല്ല അടിപൊളി മഴയെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഇതുവരെ ഇങ്ങനെ ഒരു മഴ പെയ്ത് കാണൂല, അത്രയ്ക്ക് ഭയങ്കര മഴ, പ്രളയം പോലത്തെ മഴ. ഗൈസ് കാണിച്ചു തരാം. വണ്ടികളൊക്കെ വളരെ പതുക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒന്നും കണ്ടുകൂടാ, മഞ്ഞ് മൂടിയത് പോലെയുണ്ട്. കോടയൊക്കെ പൊന്മുടി പോണ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഇപ്പോൾ. ഞങ്ങളിതാ കുറച്ച് ഉഴുന്നുവടയും പരിപ്പുവടയും പിന്നെ ബർത്ത്ഡേ കേക്കൊക്കെ ആയിട്ട് ശരണ്യയുടെ വീടെത്തി. പുറത്ത് നിൽക്കേണ്ട, അമ്മയ്ക്ക് അറിയില്ല നമ്മൾ വരുന്ന കാര്യം. നോക്കാം, ബാ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മിണ്ടാതെ പോവുകയാണിപ്പം. വാവിച്ചേക്കൊണ്ട് ഗേറ്റ് തുറപ്പിച്ച് പതിയെ കയറാൻ പോവുകയാണ്. ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ശരണ്യ, കള്ളം കാണിച്ചിട്ട്. ഐസ്ക്രീം. ഹാപ്പി ബർത്ത്ഡേ. കട്ടി വെച്ചോണ്ട് മടി വെച്ചോണ്ടിരിക്കാതെ. ഇവിടെ വന്ന് കയറി നല്ല സമയം, കറണ്ടും ഇല്ല, ശരണ്യയുടെ ഭയങ്കരമായ ബുദ്ധിയാണ് ഇതൊക്കെ. കൺഗ്രാജുലേഷൻ ശരണ്യ. മഴയും കൂടെ. ഈ ജനല് തുറന്നിട്ടാ വെട്ടം കിട്ടോ? തുറന്നിട്ട് Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. പോന്ന് അമ്മയ്ക്ക് കുറച്ച് മുഖത്ത് വെച്ച് കൊടുക്കാം നമുക്ക്. മുഖത്തൊന്നും തേക്കണ, ചുമ്മാ ഷാബി ഈ ക്യാമറയിൽ നോക്കണ്ട ഇങ്ങനെ. എവിടെ നോക്കട്ടെ. കരയണ്ട. കരയണ്ട. നല്ലതല്ലേ? ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്നാലും വീട്ടിൽ കയറാൻ പറ്റാ.
നല്ലതല്ലേ? കൊള്ളാം കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടല്ലേ? ഞാൻ ജമീനിലൊക്കെ ചെയ്തത്. കൊള്ളാം. ഓക്കെ, കണ്ണടാ ചായ കാപ്പി അടച്ചിട്ടുണ്ടോ? കണ്ടത് തുറന്നോ? തുറന്നോ? മൂക്കുത്തി തുറന്നു നോക്ക്. നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ? കൊള്ളാം കേട്ടാ. ജ്വല്ലറി ബോക്സ് കണ്ടപ്പോ മൂക്കുത്തിയാണെന്ന് മനസ്സിലായല്ലേ? എനിക്ക് മൂക്കുത്തി ഇഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാതെ ഇരിക്കുന്നു. ഡയമണ്ട് ആണേ. അവക്കറിഞ്ഞൂടാ. എനിക്കറിയായിരുന്നത് അവക്കിന്ന് വരോന്നറിയായിരുന്നു. ആരോടും പറഞ്ഞില്ല. എനിക്ക് ചെറിയ വിഷമമാണ് കേട്ടാ. സാധാരണ ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാതിരിക്കൂല, ഇത്രയും നാളും അങ്ങനെ ചെയ്യാതിരിക്കുന്നു. അപ്പൊ അമ്മക്ക് വിഷമമായി. അല്ല, എനിക്ക് വിഷമമില്ല. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് എപ്പോഴും എല്ലാവരും ബർത്ത്ഡേ എപ്പോഴും എടുക്കില്ല. ആൾക്കാർ ഇന്നാൾ മെസ്സേജ് ഇട്ട് എല്ലാവരും ചോദിച്ച് എപ്പോഴും നിങ്ങളുടെ ബർത്ത്ഡേ തന്നെയാണ്. അത് തന്നെയാ സത്യം. നമ്മളിപ്പോ വീഡിയോയില് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ബർത്ത്ഡേ എടുക്കണ്ട. കൊള്ളാം. സൂപ്പർ കൊള്ളാം. സൂപ്പർ സൂപ്പർ. ആണിട്ടോ? 2 ഗിഫ്റ്റും അടിപൊളി. അതെ, സൂപ്പർ ഗിഫ്റ്റ്. വാവച്ചിട്ട് ഗിഫ്റ്റ് ഒന്നുകൂടെ കേട്ടോ. പ്രത്യേകിച്ച് ഈ ഗിഫ്റ്റ് ഇത് വല്ലാത്തൊരു വിചാരിക്കാത്തൊരു സംഭവമായി പോയി. സൂപ്പർ. വാവച്ചി, താങ്ക് യു.